ഇനി നിങ്ങൾ കൊണ്ടുവന്ന കിതാബിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ദാരിമി അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കിതാബുണ്ടല്ലോ, ഇനി അതിലേക്കാണ് വരാൻ പോകുന്നത്. അതേതാ ഇയാൾ അടുത്ത പ്രധാനപ്പെട്ട കിതാബ്? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഇംദാദ്, കിതാബുൽ ഇംദാദാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് തെളിവായി കൊണ്ടുവന്ന ഒരു കിതാബ്. അത് വായിച്ച് വളരെ നന്നായി. ഞങ്ങൾ അതിനൊരു സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾ വായിക്കാൻ വേറെയും കിതാബ് എടുത്തു വെച്ചുണ്ട്, സംവാദത്ത് വായിക്കാൻ വിചാരിച്ച് തീർന്നു പോയി എന്നൊന്നും വിചാരിക്കണ്ട, അതിന് വേറെ വരും. അപ്പം അതുകൊണ്ട് കിതാബുൽ ഇംദാദ് അദ്ദേഹം ഒന്ന് വായിക്കട്ടെ, എന്നിട്ട് ഞാൻ അതിലേക്കൊന്ന് വരാം. എന്താ ഇംദാദിൽ പറഞ്ഞത്? വെക്ക് അതിലാർക്കും തർക്കമില്ല. അപ്പൊ ഇതൊക്കെ പല അഭിപ്രായങ്ങളുടെ വിഷയങ്ങളാണ്, ഞാൻ ചുരുക്കുകയാണ്. എന്നാൽ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇംദാദിൽ പറയുന്ന ഒരു ഇബാറത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇംദാദിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? വറുയതുഹു ഫിന്നൗമി ഹഖ്ഖൻ, നബിയെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് അത് സത്യമായ കാര്യമാണ്. വലൗ അലാ ഗൈരി സൂറത്തിഹിൽ മഅറൂഫ, അത് നബിയുടെ ആ അറിയപ്പെട്ട രൂപം അല്ലാത്ത രൂപത്തിലാണെങ്കിലും ശരി. അല്ലാത്ത രൂപം എന്ന് പറഞ്ഞാൽ എന്ത്? ലിഇസ്മതിഹി മിനശ് ശൈത്താൻ ലാ യതമസ്സലു ബിഹി ഔ ബിശൈഇൻ മിമ്മാ യുൻസബു ഇലൈഹി. ശ്രദ്ധിക്കണം, അടിവരട്ട പോയിന്റ് ശ്രദ്ധിക്കണം. നബിയെ കൊണ്ടോ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നുകൊണ്ടോ ശൈത്താൻ രൂപപ്പെടുകയില്ല, ശൈത്താൻ സ്വപ്നത്തിൽ വരികയില്ല. അപ്പൊ നബിയുടെ സാക്ഷാൽ രൂപം കൊണ്ടോ നബിയിലേക്ക് ചേർക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നബിയുടെ തലപ്പാവ്, നബിയുടെ വസ്ത്രധാരണം, നബിയുടെ നടത്തിരിപ്പ്, ആ ഒരു ശൈലിയിൽ വരാൻ കഴിയൂല. അപ്പൊ അല്ലാത്ത ശൈലിയിലോ അതിന്റെ മഫ്ഹൂം എങ്ങനെയാണ്? അതിന്റെ മഫ്ഹൂം ആ പറഞ്ഞ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലാത്ത ശൈലിയിൽ വരുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നബിയുടെ സാക്ഷാൽ രൂപത്തിൽ സാക്ഷാൽ രൂപം അല്ലാത്ത രൂപത്തിലാണെങ്കിൽ പോലും അന റസൂലുള്ളാഹ് എന്ന പേരിൽ വരികയില്ല എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്നാൽ ഒരു നബിയിലേക്ക് ചേർക്കപ്പെടുന്ന യാതൊരു അടയാളവുമില്ലാതെ തികച്ചും അന്യമായ ഒരു രൂപത്തിൽ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു സ്വപ്നത്തിൽ വരും എന്നല്ല പറഞ്ഞത്, വരാം, വന്നേക്കാം. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുകയില്ല, അത് റസൂലുള്ളാഹ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട അപ്പോ ഇനി ആ ഇംദാദിന്റെ കോപ്പി അതിലൊന്ന് കൊണ്ടുപോവാ. ഇയാളൊക്കെ മുജ്തഹിദായി ഇറങ്ങിയതാ. ഈ ജിത്തിഹാദൊക്കെ സ്വന്തം ദർസിൽ പോലും ചെലവാകില്ല. ഒരു കിതാബ് വായിക്കുമ്പോൾ എനിക്ക് തോന്നണ ഈ ഭാരത്ത് വാളക്കുളം കൊടുത്തതാണോ, ഇയാളെ പറ്റിക്കാൻ കൊടുത്തതാവും ചിലപ്പോൾ. ഏതായാലും ഞാനതൊന്ന് വായിക്കാം. കിതാബ് അതിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എന്താണ് ഇബ്നു ഹജർ തങ്ങൾ കർശനമായി പറഞ്ഞ ഭാഗമാണത്. ആ വാദത്തെ നിങ്ങൾക്ക് ഇയാൾക്ക് ഉണ്ടാക്കണമല്ലോ. എന്താ ഉണ്ടാക്കണ്ടേ? പേരോടിൻ്റെ വാദമുള്ള ഉലമാവും ഉണ്ട് എന്ന് വരുത്തണമല്ലോ. അതിന് കൊണ്ടുവന്ന ഇമാമോ നമ്മുടെ ഇമാമായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. കിതാബുൽ ഇംദാദിൽ ഇനി പറയാൻ എന്തുണ്ട് ബാക്കി? അതാ മഹാൻ പറയാൻ കേട്ടോ. വറുയതുഹു ഫിന്നൗമി ഹഖ്ഖുൻ. ഇത് ഞങ്ങളെ തെളിവാദാരിമി. നിങ്ങൾ വെച്ച ഒരു ഗവേഷണം നടക്കൂല അവിടെ. അല്ലെങ്കിലും ഗവേഷണത്തിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുക? ഗവേഷണം ചെയ്ത് പറയേണ്ടതാണല്ലോ. ഉലമാ പറഞ്ഞതുപോലെയാണ് പറഞ്ഞേക്ക്. എന്നാ ഈ അഴകുഴമ്പം നിലപാടുണ്ടാവില്ല. പണ്ട് ഉമർ മൗലവി കുനൂത്തിൻ്റെ ഫത്വ ചോദിച്ചായിരിയാവില്ല. കുനൂത്ത് ഓതുന്നൊരു ഇമാമുണ്ട് ഞങ്ങളെ നാട്ടിൽ, അയാളെ തുടർന്ന് നിസ്കരിക്കാവോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സൽസബീലിൽ ഉമർ മൗലവിനോട്. അയാൾ പറഞ്ഞു, കുനൂത്ത് ഓതുന്ന ഇമാമാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒരു ഇമാമിനെ ആക്കി കുനൂത്ത് ഓതാത്ത ഇമാമിനെ നിയമിച്ച് നിസ്കരിക്കലാണ് നല്ലത്. അതാദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്നാൽ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, തനി ശിർക്ക് ചെയ്യുന്ന ഇമാമാകണമെങ്കിൽ ഒരിക്കലും പാടുള്ളതുമല്ല.
കുനൂത്തിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് മനസ്സിലാകുന്നത്. ലാസ്റ്റ് പറഞ്ഞു ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഏകദേശം ഉമർ മൗലവിൻ്റെ ദർജയിലേക്ക് MT ദാരിമി കയറിയോ എന്നൊരു സംശയമുണ്ട്. സംഗതി നിങ്ങൾ പേരോടാണ് നിങ്ങളെ പറ്റിച്ച്, എന്നാലൊന്ന് ആലോചിക്കേണ്ട ദാരിമി. എന്താ അതിൽ പറഞ്ഞു? വറുയതുഹു ഫിന്നൗമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണൽ, ഉറക്കത്തിൽ കാണൽ ഹഖ്ഖുൻ, ഹഖാണ്. ഇനി അടുത്ത വരി എന്താ പറയുക? ഞങ്ങളെ വാദം വലൗ അലാ ഗൈരി സൂറത്തിഹിൽ മഅറൂഫ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിലല്ലെങ്കിലും ശരി, അറിയപ്പെട്ട രൂപത്തിലല്ലെങ്കിലും റസൂൽ തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം ലിഇസ്മതിഹി മിനശ് ശൈത്വാൻ ലാ യതമസ്സലു ബിഹി ഔ ബിശൈഇൻ മിമ്മാ യുൻസബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കാത്തിരിക്കുകയാണ്. നബി തങ്ങൾക്ക് ഇസ്മത്തുണ്ട്, കാവലുണ്ട്. എന്താ കാവൽ? ലാ യതമസ്സലു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം പ്രാപിച്ചുകൊണ്ട് പിശാചിന് വരാൻ കഴിയില്ല. അത് പറഞ്ഞു നിർത്തിയില്ല. ഔ ബിശൈഇൻ മിമ്മാ യുൻസബു ഇലൈഹി, നബി തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് രൂപം പ്രാപിച്ചു വരാനും ആർക്ക് കഴിയില്ല? പിശാചിന് കഴിയില്ല. റസൂലിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് തന്നെ വരാൻ കഴിയില്ല. ഇനി ഇയാളൊരു കോട്ടിമാട്ടൽ. ചേർക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ തലപ്പാവ് എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. വല്ലാത്ത ഉദ്ദേശമായിപ്പോയി. തലപ്പാവ് എന്നത് അവർ പറഞ്ഞതെന്ന് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക, റസൂലുള്ളാഹിന്റെ രൂപം, റസൂലുമായി ബന്ധപ്പെട്ട രൂപം എന്ന് പറഞ്ഞിടത്താണ് അതൊക്കെ കൊണ്ടുവന്നത്. ഇവിടെ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഏതെങ്കിലും ഒരു രൂപം. ചേർക്കപ്പെടൽ എങ്ങനെ? അന റസൂലുള്ളാഹ് എന്ന് പറയാം. ആ രൂപം വന്നിട്ട് ചേർക്കാണ് റസൂലിലേക്ക്, അന റസൂലുള്ളാഹ് എന്ന് പറയാം. അങ്ങനെ ചേർക്കപ്പെട്ടുകൊണ്ട് വന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ റസൂലുള്ളാഹിക്ക് ശൈത്താനിൽ നിന്ന് കാവലുണ്ടായതുകൊണ്ട് ഏത് രൂപത്തിൽ വന്നാലും അത് റസൂലിൽ നിന്നുള്ള സ്വപ്നമാണ്. ഇതെങ്ങനെ നിങ്ങൾക്ക് തെളിവായി? കഴിഞ്ഞില്ല, ബാക്കി തുടരാണ്. ബാക്കി നിങ്ങൾ വായിച്ചിട്ടില്ല. കമഖത്തല്ലാഹു ഉമൂമു ഖൗലിഹി, ഇബ്നു ഹജർ പറയാ, ഞാനത് വെറുതെ പറഞ്ഞതല്ല, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ വ്യാപ്തി അത് അറിയിക്കുന്നുണ്ട്. എന്താ വ്യാപ്തി? ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബിഹി, പിശാചിന് ഒരു രൂപം കൊണ്ടും രൂപാന്തരപ്പെടാൻ കഴിയില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ വ്യാപ്തിയിൽ എല്ലാ രൂപവും പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിൽ കണ്ടാലും അത് ആരിൽ നിന്നുള്ള സ്വപ്നമാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞിട്ടില്ല. അതൊന്നും വായിക്കാതെ ഇംദാദ് എന്ന് പറഞ്ഞാൽ പോയാൽ മതിയോ? വബിഹി യഅ്തദിദുൽ ഖബറുൽ വാഹിദ് വഇൻ കാന ദഈഫൻ, ദഈഫാണെങ്കിലും വന്ന ഒരു ഹദീസ്, ആ ഹദീസ് ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും ശക്തമായി കിട്ടുന്നത് ഇതുകൊണ്ടാണ്. എന്താ ഹദീസ്? മർആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്നി ഉറാ ഫീ കുല്ലി സൂറ. ഇബ്നു ഹജർ തങ്ങൾ കൊണ്ടുവരാണ് അവിടെ. ഫഇന്നി, എന്നെ, ഉറാ കാണപ്പെടുന്നു, ഫീ കുല്ലി സൂറ, എല്ലാ രൂപത്തിലും എന്ന ഹദീസും ശക്തിപ്പെട്ടു. ഈ ഹദീസിന്റെ ഉമൂമ് വെച്ച് നോക്കുമ്പോൾ അപ്പൊ എന്തായി? ഏത് രൂപത്തിൽ കണ്ടാലും റസൂലുള്ളാഹിന്റെ ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ ഔ ബിശൈഇൻ മിമ്മാ യുൻസബു ഇലൈഹി, റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒന്ന്, ഏതെങ്കിലും ഒന്ന്, ഏത് രൂപമായാലും കുഴപ്പമില്ല, അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു വരിക. ആ രൂപത്തിൽ വരുമ്പോഴും അത് ആര് തന്നെയാണ്? ആരിൽ നിന്ന് തന്നെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി കേട്ടോടെ, ഇനി പറയുന്നതാണ് വലിയ പോയിന്റ്. ദാരിമി പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇബ്നു ഹജർ തങ്ങൾ ഇടപെടാൻ. ഇതാണ് നിയമം. ആർക്കും കാണാം, ഏത് രൂപത്തിലും കാണാം. പക്ഷേ മറ്റു രൂപത്തിലാണ് കാണുന്നതെങ്കിൽ അവിടെ തഅ്വീൽ വേണം, വ്യാഖ്യാനം വേണം.
എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുടരാണ്. വമാ സ്വഹ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് മിമ്മാ ളാഹിറുഹു ഇസ്തിറാത്തു റുയതിഹി അലാ സൂറതിഹി ഖീല അല്ലതി ഖുബിദ അലൈഹാ. ഇതാണ് ഉലമാഇന്റെ ശൈലി, പഠിച്ചു വെച്ചോളൂ. ആദ്യം നിയമം അങ്ങോട്ട് പറയാ, ഏത് രൂപത്തിൽ കണ്ടാലും ആ സ്വപ്നം റസൂലിൽ നിന്നാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ ഒരു കൗലുണ്ടല്ലോ, ഇബ്നു സീരീൻ എന്ന താബിഈങ്ങളിൽപ്പെട്ട വലിയ ആലിമിന്റെ കൗലുണ്ടല്ലോ. എന്താണ് ആ കൗലിന്റെ പ്രത്യക്ഷാർത്ഥം? ഇസ്തിറാത്തു റുയതിഹി അലാ സൂറതിഹി, ഹബീബായ തങ്ങളെ കണ്ടു എന്ന് ഉറപ്പിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അറിയപ്പെട്ട രൂപത്തിൽ തന്നെ കാണണം എന്നത് നിബന്ധനയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുന്ന വാക്ക് ഇബ്നു സീരീനും ഇബ്നു അബ്ബാസ് തങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ട് അഭിപ്രായം പോയതല്ല. ഇബ്നു ഹജർ പറയാ യംബഗീ തഅ്വീലുഹു, ഇബ്നു സീരീൻ വാക്ക് തങ്ങളുടെയും ഇബ്നു അബ്ബാസ് തങ്ങളുടെയും വാക്കിനെ വ്യാഖ്യാനിച്ചോളണം, നിയമം മാറ്റാൻ പറ്റില്ല. ആ വാക്കിനെ വ്യാഖ്യാനിക്കണം. ബിഅന്ന ദാലിക ശർത്തുൻ ഫീ കമാലിർ റുഅ്യ, പൂർണ്ണമായി കണ്ടു എന്ന് പറയാനുള്ള നിബന്ധനയാണ് അവര് പറഞ്ഞത്. ദൂന അസ്ലിഹ, കണ്ടു എന്നത് സ്ഥിരപ്പെടാൻ ഒരിക്കലും ആ നിബന്ധന ഇല്ല എന്ന് മനസ്സിലാക്കണമെന്ന് പേരോഡിസത്തിന്റെയും ഈ പറഞ്ഞ MT ദാരിമിയുടെയും സകല കള്ളത്തരങ്ങളെയും പൊളിച്ചടക്കുകയാണ് ആര് സംസാരിച്ചത്? ഞങ്ങളുടെ നേതാവായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി. എന്താണ് അതാ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. ഈ പറഞ്ഞ ദാരിമിയാണെങ്കിൽ എങ്ങനെ പറയാം? ആദ്യം ഈ അഭിപ്രായം പറഞ്ഞിട്ട് പറയും. എന്നാൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടു എന്ന് ഉറപ്പാകണമെങ്കിൽ ആ അറിയപ്പെട്ട രൂപത്തിൽ തന്നെ കാണണം എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഒരു കൗലുണ്ട്, ഇബ്നു സീരീൻ തങ്ങളുടെ ഒരു കൗലുണ്ട്. അതുകൊണ്ട് രണ്ടും മനസ്സിലാക്കുക, ഇഷ്ടമുള്ളത് എടുത്തോളി. ഇതാ ഫത്വ അല്ല, നിലപാട് ആദ്യമാണ് പറയാൻ. വലൗ അലാ ഗൈരി സൂറത്തിഹിൽ മഅറൂഫ, അറിയപ്പെടാത്ത രൂപത്തിൽ വന്നാലും പൊതുവായി തന്നെ മുത്തു റസൂലിന് അവിടെ ഇസ്മത്തുണ്ട്. അപ്പോൾ അബ്ബാസ് തങ്ങൾ പറഞ്ഞതോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതും ഇബ്നു സീരീൻ പറഞ്ഞതും ഈ അർത്ഥത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മയ്യത്തിന് ഓതുന്ന വിഷയം പറഞ്ഞ പോലെ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞത് പൂർണ്ണമായ കാഴ്ച കിട്ടണമെങ്കിൽ പഠിച്ച രൂപത്തിൽ കാണണം. അത് റെഡിയാണ്. പൂർണ്ണ രൂപത്തിൽ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കണ്ടാൽ ഒരു വ്യാഖ്യാനം ആവശ്യമില്ല, അത് പൂർണ്ണമാണ്, അതിനത് നിബന്ധനയുമാണ്. അതേ സമയത്ത് കണ്ടു എന്ന് വരാൻ ദൂന അസ്ലിഹാ, ദൂന അസ്ലിഹാ, ഒരായിരം ദാരിമിമാര് വന്നാലും പേരോടുമാര് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഏറ്റവും വലിയ ഉരുക്കുകോട്ടയാണ് ഇബ്നു ഹജർ തങ്ങളുടെ ആ വാക്ക്. ദൂന അസ്ലിഹാ, ഒരു ഇമാമും പറഞ്ഞ ഷർത്ത് കൊണ്ടുവരണ്ട, അതൊക്കെ കമാലിന് പറഞ്ഞ ഷർത്താണ്. കണ്ടു എന്ന് പറയാൻ ഈ ഷർത്തിന്റെ ആവശ്യമില്ല. എന്നിട്ട് ആ വാക്ക ഇയാൾക്ക് തെളിവ് എങ്ങനെയുണ്ട്? കട്ടുമുടിച്ച് തെളിവ് പറയാം. ഒന്ന് വിശദീകരിക്കുക, ഞങ്ങളും കാത്തിരിക്കാണ്. ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഇതെന്താ പറഞ്ഞേ? ഇവിടെ പൂർണ്ണമായ കാഴ്ച, ഒരു വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമില്ലാത്ത കാഴ്ച, അതിന് നേരെ കാണണം. മറ്റൊരു രൂപത്തിലാണ് വന്നതെങ്കിൽ ആ സ്വപ്നം റസൂലിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വ്യാഖ്യാനം വേണം, ആരിൽ നിന്നല്ല. അതവിടെ മെയിൻ ഏറ്റവും പ്രശ്നം അവിടെയാണ്. പിശാചിൽ നിന്നല്ല, പിശാചിൽ നിന്ന് വരിക എന്നുള്ള സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ തങ്ങൾ വ്യക്തമായി നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എയിലെ പോയാലും കൊടുക്കും. അതല്ലേ രസം. ഇനി അപ്പോൾ ഒന്നാമത്തെ ഇംദാദിന്റെ കഥ അതാട്ടോ. ഇനി ഇസ്സുദ്ദീൻ തങ്ങളൊരു കൗൽ ഉദ്ധരിക്കുന്നുണ്ട്, അത് അയാൾ പറയട്ടെ. ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം ഷാഫി മദ്ഹബിലെ സുൽത്താനുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണല്ലോ. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഇത് നബിയുടെ സാക്ഷാൽ രൂപത്തിലും സാക്ഷാൽ വിശേഷണത്തിലും കാണുമ്പോഴാണ് നബിയെ തന്നെയാണ് കണ്ടത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു മിർഖാത്തുസ് സുഊദിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇനി രണ്ടാമത്തെ
എന്താ നിങ്ങൾ വിഷയത്തിലുണ്ടല്ലോ. എവിടെ നമ്മൾ പോകുന്നത്? എല്ലാ രൂപത്തിലും കാണാമെന്നും ആർക്കും കാണാമെന്നൊക്കെ പറഞ്ഞ ആള് മറ്റാർക്കോ വേണ്ടിയിട്ട് അങ്ങനെയും ഒരു അഭിപ്രായമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. ഒന്നാമതായി കൊണ്ടുവന്ന് ഇബ്നു ഹജർ തങ്ങളതാ. ഇബ്നു ഹജർ തങ്ങള് ഇത്തരം പിശാചിവാദികളെ കുന്നിക്ക് പിടിച്ച് പുറത്തിട്ടു. ഇനി പിടിക്കാൻ പോകുന്നത് ആരെയാണ്? ഇസ്സുദ്ദീൻ തങ്ങളെയാണ്. ഇസ്സുദ്ദീൻ തങ്ങൾ എന്താ പറഞ്ഞ്? ഇസ്സുദ്ദീൻ തങ്ങളുടെ വാക്ക് ഇമാം സുയൂത്തി തങ്ങളുടെ മിർഖാത്തു സുഊദിലല്ലേ ഉദ്ധരിച്ചത്? അതിങ്ങോട്ട് പറയും, ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണ് ആ പറഞ്ഞത്. ഇസ്സുദ്ദീൻ തങ്ങൾ പറയാണ്, ഖാലൽ ഉലമാഉ, ഉലമാക്കൾ പറഞ്ഞു. ഉലമാക്കൾ പറഞ്ഞു എന്ന ഹദീസിന്റെ ശറഹിൽ പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന രണ്ട് ഉലമാക്കളുണ്ട്. ഒന്ന് ഇമാം അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, മറ്റൊന്ന് ഇബ്നു സിരീൻ. അവര് പറഞ്ഞു എന്ത്? ഹാദാ മശ്റൂത്തുൻ, ഈ പറയപ്പെട്ടത് നിബന്ധനകൾക്ക് വിധേയമാണ്. എന്താണത്? ബിഅൻ യറാഹു അലാ സിഫത്തിഹി അല്ലതി കാന അലൈഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയപ്പെട്ട ഏതൊരു വിശേഷണങ്ങളായിരുന്നുവോ റസൂലിനുണ്ടായിരുന്നത് അങ്ങനെ തന്നെ കാണണം എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞിട്ട് അത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. ഇബ്നു സിരീൻ തങ്ങളുടെ വാക്ക്, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ വാക്ക്, അതുപോലെയുള്ള ചിലരുടെ വാക്ക്. ആ വാക്കാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. വമാ സുഹാൻ ഇബ്നു അബ്ബാസ് വബ്നു സിരീൻ. അങ്ങനെയുള്ള ആലിമീങ്ങൾ ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ തന്നെ ആ രൂപത്തിൽ തന്നെ കാണണം എന്ന് ഷർത്താക്കിയ സംഭവം മിമ്മാ ളാഹിറുഹു ഇസ്തിറാത്തു റുയതിഹി അലാ സൂറത്തിഹി യംബഗി തഅ്വീലുഹു. അത്തരം ഉലമാഇന്റെ വാക്കുകളെ തഅ്വീൽ ചെയ്യണം. ബി അന്ന ദാലിക ഷർത്തുൻ. പഠിച്ചോ? ഇസ്സുദ്ദീൻ തങ്ങൾ ഉലമാക്കളിൽ നിന്ന് ഉദ്ധരിച്ച് മശ്റൂത്തുൻ എന്ന് പറഞ്ഞ ആ ഷർത്ത് ഫീ കമാലിർ റുയ, പൂർണ്ണമായി കണ്ടു എന്നതിന് ഷർത്താണ് എന്നാണ്. ദൂന അസ്ലിഹ, അടിസ്ഥാനപരമായി കണ്ടു എന്നതിന് ഷർത്തല്ല. അത് ഇബ്നു ഹജർ പറഞ്ഞ ഇംദാദ് തന്നെയല്ലേ? അതാണ് വായിച്ചാ പോരെ. അസ്ല് വേണം, അല്ലാതെ ഇങ്ങനെ ഇബാർത്ത് കാണുമ്പോഴേക്കും ഇങ്ങനെ മാറലല്ല. ഒരടിസ്ഥാനം, ആ അടിസ്ഥാനത്തിനെതിരിൽ തോന്നിപ്പിക്കുന്ന ഒരു ഇബാറത്ത് വന്നാൽ ഈ ഇബാറത്തിനെ എങ്ങനെ ഉലമാ കൈകാര്യം ചെയ്തു എന്ന് നോക്കണം. അപ്പൊ ഇബ്നു ഹജർ പറയാണ്, വലിയ വലിയ ആലിമീങ്ങളൊക്കെ അറിയപ്പെട്ട രൂപത്തിൽ കാണണം, അത് നിബന്ധനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പറഞ്ഞ നിബന്ധന പൂർണ്ണമായ കാഴ്ചക്കാണ്. കണ്ടു എന്നതിന് അതിൻ്റെ അടിസ്ഥാനം സ്ഥിരപ്പെടാൻ ആ നിബന്ധനയുടെ ആവശ്യമില്ല. പൂർണ്ണമായിട്ടല്ല കാഴ്ച എങ്കിൽ അവിടെ വ്യാഖ്യാനവും അതുപോലെ തന്നെ തഅ്വീലും വേണ്ടി വരും. തഅ്ബീർ, സ്വപ്ന വ്യാഖ്യാനം വേണ്ടി വരും. അപ്പൊ ഖാലൽ ഉലമാ എന്ന് പറഞ്ഞാൽ ആ ഉലമാ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അൽ ഇംദാദിൽ പറഞ്ഞത്. ഇതേ വ്യാഖ്യാനം അസ്ഖലാനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്സുദ്ദീൻ തങ്ങളിൽ പറഞ്ഞ നിങ്ങളെ വാദത്തിൽ പിടുത്തമില്ല, ഇംദാദ് അത് പൊളിച്ചു കളഞ്ഞു. അതൊക്കെ ഇനി ആരാളുള്ളത്? ആരെങ്കിലും ഉണ്ടോ നോക്കാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, വരും എന്നല്ല പറഞ്ഞത്, വരാം, വന്നേക്കാം. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുകയില്ല, അത് റസൂലുള്ള തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വയദ്ഹറു ലി ഫി തൗഫീഖ് ബൈന ജമീഇ മാ ദക്കറൂഹു അന്ന മൻ റആഹു അലാ സിഫത്തിൻ ഔ അക്സറ മിമ്മാ യഖ്തസു ബി. നബിക്ക് മാത്രമുള്ള ഒന്നോ ഒന്നിലധികമോ വിശേഷണങ്ങളിലായിട്ട് നബിയെ അവനൊരു സ്വപ്നം കണ്ടാൽ ഫഖദ് റആഹു, അപ്പൊ അവൻ നബിയെ കണ്ടു. വലൗ കാനത്ത് സായിറു സിഫാത്തി മുഖാലിഫത്ത്, മറ്റെല്ലാ സിഫത്തുകളും നബിക്കല്ലാത്ത സിഫത്തുകളാണ്. എന്നാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിഫത്തിൽ നബിയുടേതാണെങ്കിൽ നബിയാണ് കണ്ടത്. അപ്പൊ ഒരു നിലക്കും ബന്ധമില്ലാതെ തികച്ചും അന്യമായ രൂപത്തിലാണ് വന്നതെങ്കിലോ അങ്ങനെ വരാൻ നബിക്ക് സാധിക്കും. നബി തങ്ങൾ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഔലിയാക്കളുടെയും മശായിഖന്മാരുടെയൊക്കെ രൂപത്തിൽ വരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രീസിലൊക്കെ കാണാം.
പക്ഷെ അങ്ങനെ വരാൻ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതെല്ലാം നബിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലേ? അത് പറ്റുകയില്ല എന്ന അഭിപ്രായമാണ് പല ഇമാമിയങ്ങൾക്കുള്ളത്. ഇയാളെപ്പഞ്ഞ് MT സുല്ലമി എന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണ്. കാരണം എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാണില്ല. ഏത് രൂപത്തിലും വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ചെയ്യും, എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് പറയും ചെയ്യും. എന്നാൽ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞ പണ്ഡിതനുണ്ട്. അള്ളാന്റെ റസൂല് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു പണ്ഡിതനും അതിനെ ഗണ്ണിക്കുകയില്ല. നേരെ പറയാ, ഞാൻ എല്ലാ രൂപത്തിലും വരും, അതുകൊണ്ട് എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്. അതിന്റെ നേരെ ഖണ്ഡനം അല്ല വരും എന്ന് പറഞ്ഞാൽ പോയില്ലേ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഹബീബായ തങ്ങളെ നേരെ ഗണ്ണിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് നേരെ ഖണ്ഡനം പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ദുനിയാവിൽ നടക്കാൻ. പക്ഷേ വനുസ്ലിഹി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആന. ഭയപ്പെട്ട് ജീവിച്ചോളി. ഈ മറ്റന്നാളെ പ്രസംഗം ഉണ്ട് പറഞ്ഞല്ലോ, തിരുത്തിയേക്കി. ഒറ്റ കൗലുള്ളൂ എന്ന് പറഞ്ഞേക്കി. മറ്റുള്ള കൗലൊക്കെ ഉലമാ തന്നെ അതിൻ്റെ ശരിയായ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് എന്ന് വായിച്ചു കൊടുക്കി. ഈ ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കല്ല. എന്താ ഫത്തുഹുൽ ബാരി പറഞ്ഞത്? ഫത്തുൽ ബാരി പറഞ്ഞ അയാൾ തുടങ്ങിയത്, പിന്നെ എടുക്കാൻ പോയത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. പിന്നെ ആൾ ഫത്തുൽ ബാരി എന്ന് അയാൾക്ക് ഓർമ്മല്ല, ആളങ്ങനെയാണ് പോയിക്കുക. ഫത്തുഹുൽ ബാരിയൊക്കെ എത്ര കർശനമായിട്ടാ പറഞ്ഞത്. ഒറ്റ ഇബാറത്ത് ഞാൻ വായിച്ചു തരാം. വലൗ തമക്കന ശൈത്വാൻ മിനത് തംസീലി ബിശൈഇൻ മിമ്മാ കാന അലൈഹി ഔ യുൻസബു ഇലൈഹി. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെട്ട ഒന്നിലോ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായ ഏതെങ്കിലും ഒരു വിശേഷണമോ, അല്ലെങ്കിൽ ഒരു വിശേഷണമില്ല റസൂലിലേക്ക് ചേർക്കപ്പെട്ട് വരിക, ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാന്റെ റസൂലാണെന്ന് പറഞ്ഞ് പിശാച് വന്നാൽ പിശാച് ഞാനുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഒരിക്കലും രൂപാന്തരപ്പെടുകയില്ലെന്ന് പറഞ്ഞ വാക്കിന്റെ വ്യാപ്തിക്ക് എതിരാകും. കേട്ടോ? ഫൽ ഔലാ, അപ്പൊ ഏറ്റവും നല്ലത് റസൂലുള്ളാഹിനെ കണ്ടാൽ അത് പിശാചല്ലെന്ന് പറയലാണ് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാൽ, ഔ മിമ്മാ യുൻസബു ഇലൈഹി, അലി റസൂലിലേക്ക് ചേർക്കപ്പെട്ട ഏതെങ്കിലും ഒരു നിലയിൽ കണ്ടാൽ അവിടെയൊന്നും പിശാചല്ല എന്ന് പറയലാണ് ആദരവ്. ഫഹുവ അബ്ലഗു ഫിൽ ഹുർമ വഅൽയഖു ബിൽ ഇസ്മ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാപ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഭാഗം എന്നിട്ട് ഉറപ്പിച്ചു പറയുന്നത് കണ്ടോളൂട്ടോ. വസ്സഹീഹു ഫീ തഅ്വീലി ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വ്യക്തമായ ആശയം അന്ന മഖ്സൂദഹു അന്ന റുയതഹു ഫീ കുല്ലി ഹാല ലൈസത് ബാത്തില. ഏത് അവസ്ഥയിൽ റസൂലുമായി ബന്ധപ്പെട്ട സ്വപ്നം കണ്ടാലും അതൊന്നും പേക്കിനാവുകളല്ല. ബൽ ഹിയ ഹഖ്ഖുൻ ഫീ നഫ്സിഹാ, അത് യഥാർത്ഥ സ്വപ്നമാണ്. വലൗ റുയ അലാ ഗൈരി സൂറത്തിഹി, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നമ്മൾ പഠിച്ച രൂപത്തിലല്ലാതെ കണ്ടാലും ഫതസവ്വുറു തിൽക സൂറ ലൈസ മിനശ് ശൈത്വാൻ, മറ്റ് രൂപങ്ങളിൽ വന്നാലും അത് ശൈത്വാനിൽ നിന്നല്ല. ബൽ ഹുവ മിൻ ഖിബലില്ലാഹി അസ്സ വജൽ, അത് അല്ലാഹുവിൽ നിന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞ ഒരു ഇമാമിനെ എന്തിനാ നിങ്ങൾ വായിച്ചത്? എന്തിനാ നിങ്ങൾ കൊണ്ടുവന്നത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇനി അടുത്തത് കേട്ടോളൂ. ഇപ്പോൾ വായിച്ചതൊക്കെ പോയി, ഇംദാദിലൊരു പിടുത്തമില്ല. ഇസുദ്ദീൻ തങ്ങൾ പറഞ്ഞതാകട്ടെ അത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ തഅ്വീലിൽ പെട്ടുപോയി. ഇനിയോ പിന്നീട് പറഞ്ഞ അസ്ഖലാനി ഇമാമ മൂപ്പർ അത്രയും കർശനായും പറഞ്ഞുപോയി. ഇനി ആരാളുടെ നിങ്ങൾക്ക് ഇവിടെ എണ്ണിയത് സർക്കശി, സുർഖാനി, ഖറാഫി, ഇങ്ങനെ 2-3 ആളുകളുണ്ട്. അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ വല്ല പിടുത്തമുണ്ടോ എന്നാണ് ഇനി നോക്കുന്നത്. വരട്ടെ അദ്ദേഹം. അതേ സമയത്ത് ഇമാം സർക്കശി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഒരു സ്വഹാബി,
അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ പിൽക്കാലത്തുള്ള ഒരാൾ ആ ആൾ നബിനെ കണ്ടാൽ, ആ വിശേഷണങ്ങളോടുകൂടി സ്വപ്നത്തിൽ കണ്ടാൽ അയാൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഇത് നബി തന്നെയാണ്. അല്ലാത്ത രൂപത്തിൽ നബിനെ കണ്ടാലോ, അല്ല, നബിക്ക് പല രൂപങ്ങളും പ്രാപിക്കാൻ കഴിയും നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ എല്ലാ രൂപങ്ങളും നബി തന്നെയാണോ? അല്ലേ? ഒരാൾക്ക് ഒരുപാട് രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് രൂപങ്ങളെല്ലാം അയാളാണെന്ന് വരില്ല. ഒരാൾക്ക് പല രൂപത്തിലും വരാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും എല്ലാ രൂപങ്ങളും അയാളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോ നബിയെ കാണാത്തൊരു സ്വഹാബി അല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നബിയുടെ കൃത്യമായ സൂറത്തും അവിടുത്തെ സിഫത്തും കൃത്യമായി പഠിക്കാത്ത ഒരാൾ, എത്രയോ കാലശേഷം വന്ന ഒരാൾ, അയാൾ സ്വപ്നത്തിൽ നബിയെ കാണുകയാണ്. എന്നാൽ അത് നബി ആവാം, ആവാതിരിക്കാം, പിശാച് വന്നതായേക്കാം എന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം സർകശി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖാദിമിൽ ഇത് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ സുർഖാനി, സർകശി, പിന്നെ വേറെ അതൊന്നുകൂടി പറഞ്ഞല്ലോ, ഖറാഫി, ആ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് മൂന്നുമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. ദാരിമി, നിങ്ങളാ സുർഖാനി എന്ന് പറഞ്ഞ സാധനമല്ലേ, അതൊന്ന് ഫുള്ള് വായിച്ചാണ്. നിങ്ങളാ പറഞ്ഞ ഇബാറത്തിൻ്റെ താഴെ അതിൻ്റെ മറുപടിയില്ലേ, സുർഖാനി ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്താ സുർഖാനി പറഞ്ഞത്? ഇതൊക്കെ ഒറ്റ ഒന്നാട്ടോ, പേര് മൂന്നെണ്ണം പറയുന്ന ആൾ ഒറ്റ ഒന്നാണ്. ഇവിടെ പറഞ്ഞതിന് തന്നെ ഇവിടെ ദാരിമിയാണ് പറയുന്നതെങ്കിലും അസ്ലിമീൻ പേരോടല്ലേ, പേരോട് തുടങ്ങി ഇയാളിലേക്ക് ആ രോഗം ബാധിച്ചു, മറ്റുള്ളവർ ആ രോഗത്തിൽ ഇങ്ങനെ കിടന്നു വയലാണ്. അതാണല്ലോ ഇപ്പോൾ സംഭവം. ഇതൊക്കെ വന്നത് എവിടുന്നാ നിങ്ങൾ? സുർഖാനി, സർകശി, ഇവലൊക്കെ ഖറാഫിൻ്റെ കൗല് ഉദ്ധരിക്കുക ചെയ്തത്. ഖറാഫിൻ്റെ കൗല് ഉദ്ധരിച്ചു. അതാ സർകശി പറഞ്ഞ ഇബാറത്ത് അൽ കവാക്കിബു സാഹിറയിലുണ്ട്. സർകശി ആരോട് പിന്തുടർന്ന് പറഞ്ഞതാണ്? അതാ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ 37-ാമത്തെ പേജിൽ തന്നെ സർകശിയുടെ കലാം കൊണ്ടുവരുന്നുണ്ട്. ഒരു പിടുത്തവും നിങ്ങൾക്ക് എവിടെയും ഉണ്ടാവില്ല, ഒരു അഹ്ലുസുന്നന്റെ ഇമാമിനും കിട്ടുക. ഖാലൽ ഖറാഫി ഫിൽ ഖവാഇദ് വതബിഅഹു സർകശി. അപ്പോൾ സർകശിൻ്റെ സ്വന്തം വകയിലല്ല, ഖറാഫി പറഞ്ഞത് മൂപ്പര് പിന്തുടർന്നതാണ്, ഉദ്ധരിച്ചതാണ്. ഇനിയോ? അപ്പോൾ സർകശിൻ്റെ കഴിഞ്ഞ് ഖറാഫി മലത്തി. ഇനി നിങ്ങൾ പറഞ്ഞ സുർഖാനി, സുർഖാനി എന്താ പറഞ്ഞ് ഞാൻ വായിക്കാം. ഷർഹു സുർഖാനി അലൽ മവാഹിബിൽ ലദുന്നി എന്താ പറഞ്ഞ്? ദക്കറൽ അല്ലാമത്തു ശിഹാബുൽ ഖറാഫി. ഇതിങ്ങനെ വായിക്കണ കേട്ടാ തോന്നും ഇവരെ എല്ലാവരും കൂടി നമുക്കെതിരെ പറഞ്ഞതാണ്. എന്താ സുർഖാനി പറയുന്നത്? ഖറാഫി ഇമാമു പറഞ്ഞിട്ടുണ്ട് ഫീ ഖവാഇദിഹി, മൂപ്പരുടെ ഖവാഇദിൽ, നാസിബൽ ലഹു ലിൽ ഉലമാ, ചില ഉലമാക്കളിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്വഹാബിയാകണം, അല്ലെങ്കിൽ പിന്നെ അത്രയും പഠിച്ച ആളാകണം, എന്നാലേ ഉറപ്പ് കിട്ടൂ എന്ന് ഖറാഫി ഉലമായിൽ നിന്ന് ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. ബാക്കി വായിക്കുതാരമി. ആ കാലത്ത് തന്നെ ഖറാഫിയുടെ വാക്കിനെ ആളുകൾ നിരൂപണം ചെയ്ത് തള്ളിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഖറാഫിയിലേക്കാണ് പോയാൽ ഒക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. ഇപ്പൊ എവിടെ എത്തി? പറഞ്ഞ് സർകശി, സുർഖാനി, ഇതൊക്കെ ആരെ ചാരി പറഞ്ഞതാ? ഖറാഫി ഇമാമിനെ ഉദ്ധരിച്ചതാണ്. നീ ഖറാഫി എവിടെയാണിത് പറഞ്ഞത്? മൂപ്പരുടെ ഖവാഇദിൽ. അവിടെ അതാ ഹിജ്റ 700-ലാണ് ഖറാഫി വരുന്നത്. ആ ഖറാഫിയുടെ കിതാബിൽ തന്നെയുള്ള അതിൻ്റെ നേരെ താഴെയുള്ള കിതാബ് തർതീബുൽ ഫുറൂഖ് വഖ്തിസാറുഹാ, ഇമാം അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇബ്രാഹിമുൽ ബഖൂരി, ഖറാഫിയുടെ അതേ കാലത്ത് ജീവിച്ച ഇമാം ബഖൂരി, അതേ ഖറാഫിയുടെ കിതാബിന് വ്യാഖ്യാനമെഴുതിയ അതേ കിതാബിൽ
മൂപ്പര് ഖറാഫിന്റെ കൗലുദ്ധരിച്ചുകൊണ്ട് പറയാ ഖുൽതു. അന്ന് തന്നെ 7-ാം നൂറ്റാണ്ടിൽ 700-ൽ തന്നെ ഖുൽതു ഞാൻ പറയട്ടെ, ലഖദ് ലയ്യഖ്ത വാസിആ. ഖറാഫിയോട് പറയാണ് ഇമാം ബഖൂരി, ഈ ഉലമാഇന്റെ വാക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഉദ്ധരിച്ച വാക്കില്ലേ, ഹബീബായ തങ്ങൾ വിശാലമായി പറഞ്ഞ ഒരു കാര്യത്തെ, ഏത് രൂപത്തിലും വരുമെന്ന് പറഞ്ഞ ഒരു സംഭവത്തെ വളരെ കുടുസാക്കിയിരിക്കുകയാണ് നിങ്ങൾ. വമാ അലല്ലദീ ഖുൽതഹു ദലീൽ. ഇതൊക്കെ അന്ന് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ വിചാരിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പിന്നീട് കിട്ടിയതാണ് എന്നാണോ? അല്ലാമാ ബഖൂരി നിങ്ങൾ ആ വായിച്ച കിതാബിന്റെ സൈഡിൽ തന്നെ അദ്ദേഹത്തിന്റെ ശറഹിൽ എഴുതിയിട്ടുണ്ട്, ഈ പറഞ്ഞ വാദത്തിന് ഒരു തെളിവുമില്ല. ഏത് വാദം? സ്വഹാബിയാകണം, പണ്ഡിതനാകണം, എന്നാലേ ഉറപ്പിക്കാവൂ എന്ന വാദത്തിന് ഒരു ദലീലുമില്ല. വലാ ബുർഹാൻ, ഒരു ലക്ഷ്യവുമില്ല. ഇല്ല മുജറദു ദഅവൽ ഹഖ് ഫീ ഖിലാഫിഹാ. സത്യമല്ലാത്ത ഒരു സംഭവത്തെ സത്യമാണെന്ന് വാദിക്കലല്ലാതെ ഇതിൽ ഒരു ചുക്കുമില്ല എന്ന് ഖറാഫിയുടെ അതേ കിതാബിൽ അക്കാലത്ത് തന്നെ ഉലമ അതിനെ തള്ളിക്കളഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ സർക്കശി എന്ന് പറഞ്ഞ് വായിച്ചതും സുർഖാനി എന്നൊക്കെ വായിച്ചതും ഒക്കെ അടിത്തറ ഖറാഫിയാണ്. ഖറാഫി ഇമാമിന്റെ ഖൗലോ അത് ഏത് കാലത്താണോ രൂപപ്പെട്ടത് ആ കാലത്ത് തന്നെ ഉലമാവ് പറഞ്ഞു അത് കള്ളത്തരമാണ്. അഹ്ലുസുന്നക്ക് അങ്ങനെ ഒരു വാദമില്ല. അതുകൊണ്ടല്ലേ ഫത്ഹുൽ ബാരിയിൽ, ഫത്ഹുൽ ബാരി ഖറാഫി ഇമാമിന്റെ പല ഖൗൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ പല വിഷയങ്ങളിലും. പക്ഷേ പേജുകളോളം ഈ വിഷയത്തിൽ മഹാനരായ അസ്ഖലാനി ഇമാം സംസാരിച്ചിട്ട് എവിടെയെങ്കിലും ആ ഖറാഫിയുടെ വാക്കെടുത്ത് ഉദ്ധരിച്ചോ? എന്താ ഉദ്ധരിക്കാത്ത? അത് കൊണ്ടുവന്ന സെക്കൻഡിൽ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഉദ്ധരിക്കാൻ പാടില്ലേ? അത് ഉദ്ധരിച്ചിട്ടുണ്ട് ഒരാൾ. ആര്? ഇബ്നു തൈമിയ. അതാണ് അയാൾ ഉദ്ധരിച്ച്. പിന്നെ ആരാ ഉദ്ധരിച്ച്? ഇബ്നു തൈമിയ കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് കുറ്റ്യാടിയാണ്, പിന്നെ പനങ്ങാങ്ങര. അല്ല ഒരു നാട് താരിമി. ഞാൻ തെറ്റിയോണ്ട് നിക്ക് അവസരം തരും. ഒരു കിതാബിലും കിട്ടൂല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇബ്നു തൈമിയയുടെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വബൈന ഔലിയാഇശ് ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി ഇബ്നു തൈമിയ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഖറാഫിയുടെ ഖൗല്. അഹ്ലുസുന്നയുടെ ഭൂപടത്തിൽ അങ്ങനെ ഒരു ഖൗലില്ല താരിമി. സുർഖാനി ഉദ്ധരിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ, അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുകൂടി മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കാതെ തന്നതാണ്. സർക്കശി പറഞ്ഞു ഖറാഫിന്റെ വാക്കാ. ഖറാഫിന്റെ വാക്കോ അതിന് നിലവാരമില്ല, തള്ളിക്കളഞ്ഞു എന്ന് അന്ന് തന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിമുൽ ബഖൂരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നന്റെ ഉള്ള എത്ര വലിയ ഇമാമിങ്ങളാ ഇമാം നബവി തങ്ങളും ഇബ്നു ഹജറും മുല്ലാ അലിയുൽ ഖാരിയും ഇബ്നു ഹജർ അസ്ഖലാനിയും ഇവരൊക്കെ ഈ ഖറാഫി ഇമാമിന്റെ ശേഷം വന്നോല ഒരൊറ്റ ആളും ആ ഖൗല് പരിഗണിച്ചില്ല. അവരുറപ്പിച്ചു പറഞ്ഞു റസൂലുള്ളാഹിനെ കണ്ടാൽ അത് ആര് തന്നെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സുർഖാനിയിലും പിടുത്തല്ല, ഖറാഫിയിലും പിടുത്തല്ല, എവിടെയും പിടുത്തല്ലോ. ആ വാക്കൊക്കെ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ അന്ന് തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ഫൈദുൽ ഖദീറിൽ ഒരു പിടുത്തുണ്ടോ എന്ന് നോക്കുകയാണ് ആര്? ദാരിമി. ഫൈദുൽ ഖദീർ മുമ്പൊരാൾ എടുത്തു കൊണ്ടുവന്നിരുന്നു. ഇതിലായം തനി ഊന്നാക്കി കൊണ്ടുവന്നു ഓർമ്മല്ലേ? വലായം തനി ഊന്നുള്ളടത്തെ വാവ ഒഴിവാക്കിയിട്ട് ഇത് എന്നൊക്കെ പറഞ്ഞ് വായിച്ചെന്ന അതേ ആ പണി ഇയാൾ ചെയ്തിട്ടില്ല. കാരണം ഇത് മൂപ്പര് ഇവരിൽ നിന്ന് സ്വീകരിക്കുകയാണല്ലോ. അപ്പോൾ അസ്രിനുള്ള ആ ഒരു അപജയം ഉണ്ടാവില്ല. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പിലൊക്കെ ഉണ്ടാവും. തുടർന്ന് പോവുകയാണെങ്കിൽ അതും ആവും. നിർത്തുകയാണ് നല്ലത്. തുടർന്ന് പോവുകയാണെങ്കിൽ അപ്പോൾ അത് വൈലപ്പുറക്കാവും. നോക്കട്ടെ, ഇനി അടുത്തത് ഏതാ ഇമാമുണ്ട് എന്ന് പറഞ്ഞ് വായിച്ചു കൊടുക്ക്. ഫൈദുൽ ഖദീറാണ് മൂപ്പര് വായിക്കുന്നത്. അതൊന്ന് കേൾക്കാലോ നമുക്ക്. വായിക്കട്ടെ. വളരെ ബുദ്ധിപരമായ മറുപടി കൊടുക്കണം. ബഹുമാനപ്പെട്ടവർ പറയണു അഖ്ലം നിലക്ക് നബിയുടെ പേരിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരാളെ സ്വപ്നത്തിൽ നബി അങ്ങനെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ എതിരെന്താണ്? ശറഇലോ? ശറഇന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ വരുമോ വരൂലേ? അത് അയിമ്മത്തിന്റെ ഇടയിൽ പല അഖ്വാലുകളുമുള്ള ഒരു വിഷയമാണ്. ഒരു നിലക്കും ബന്ധമില്ലാതെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു വരുമോ?
അത് വന്നാൽ അത് നബിയാണെന്ന് ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാ അങ്ങനെ പറയണ്ട, അത് പിശാചുമാവാം, ആണ് എന്നല്ല ആവാം, അതുകൊണ്ട് ഉറപ്പിക്കാൻ പോവണ്ട എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇമാം ഖറാഫി അതിൽപ്പെട്ടതാണ്. ഇമാം സർക്കശി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുർഖാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റനേകം ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അഖലം നിലയ്ക്ക് അതേതായാലും സാധ്യമാണെങ്കിലും ശറഅൻ നിലയ്ക്ക് അത് സാധ്യമാണോ അല്ലേ? പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷെ സാധ്യമാണ് എന്നതിലേക്കാണ് സക്കരിയ അൻസാരിയുടെ തുടർന്നുള്ള ചർച്ചയുടെ ശൈലി പോകുന്നത്. കാരണം ബഹുമാനപ്പെട്ടവരോട് പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നബി കോലത്തിലൊരിക്കലും വരാൻ കഴിയൂല എന്നതാണ്. ബുദ്ധിപരമായിട്ട് അതിന് വിരോധമില്ല. ഇനി ശറഇൽ അതിന് വിരോധമുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പല അഭിപ്രായങ്ങളുണ്ട് എന്നതിലേക്ക് സൂചന സക്കരിയ അൻസാരി തങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ താഴെ പറയുന്നു, വ്യാജ സ്വപ്നത്തിന്റെ ഉദാഹരണത്തിൽപ്പെട്ട ഒന്നാണ് ചില നബിമാരെ സ്വപ്നം കാണുക, അവര് ഹറാമ് കൊണ്ട് കൽപ്പിക്കുക. അപ്പൊ അതിന് നബി ഉൾപ്പെട്ടോ പറ്റില്ലേ? ഇത് മറ്റു നബിമാർക്ക് കൂടി ഉള്ള പിന്നെ ഈ സ്വപ്നത്തിൽ നബിയെ കണ്ടാൽ നബിനെ തന്നെ ഇതിപ്പോ സലാം സുല്ലമിനെക്കാളും പോകുന്ന തോന്നുന്നത്. തെളിവ് ഉണ്ടാക്കണോക്കി നിങ്ങള്. ഉലമാവ് പറഞ്ഞയാള് ചിന്തിച്ച് 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 ഇങ്ങനെ കൊണ്ടുപോവുക. ദാരിമി ആദർശ അമാനത്താട്ടോ, മനസ്സിലാക്കി പറയണം. ഇസ്തിഖാമത്തില്ലാത്ത ജീവിച്ചാൽ അമാനത്തായ ആദർശത്തിന് നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ പല പണിയും, പലർക്കും ഇൽമുണ്ടോ നോക്കല്ലേ നിങ്ങൾക്ക് പണി. സ്വന്തം ഈ ജാതി പൊട്ടത്തരം പറയുമ്പോൾ അവക്കൊന്ന് ആലോചിക്കണ്ടേ? എന്താണ് സക്കരിയ അൻസാരി തങ്ങളോടുള്ള ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞ് പിശാചിന് വരാൻ കഴിയുമോ? അതല്ലേ ചോദ്യത്തിൽ നമ്മുടെ വിഷയമുള്ളത്. അതിന്റെ മറുപടിയിൽ മഹാൻ പറയാണ്, വലാ യംതനിഉ അഖ്ലൻ, ബുദ്ധിപരമായി അസംഭവ്യമല്ല പിശാച് അള്ളാന്റെ റസൂലിന്റെ പേര് പറഞ്ഞു വരിക സ്വപ്നത്തിൽ എന്നത് അഖ്ലൻ നിലക്ക് അസംഭവ്യമല്ല. അഖ്ലൻ വ ശറഅൻ ഉണ്ട്. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു നബി വരിക എന്നത് ബുദ്ധിപരമായി സംഭവിക്കാമോ? അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ച 1,24,000 ആ നബിമാരെ അയച്ച അള്ളപ്പോൾ ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് ഇപ്പോൾ ഒരു നബിനും കൂടി അയക്കുന്നതിന് ബുദ്ധിപരമായി പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷേ ഹബീബായ മുത്തു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കഴിഞ്ഞു, ലാ നബിയ ബഅദീ, എന്റെ ശേഷം നബിയില്ല. അതോടുകൂടി ശറഅൻ അത് അസംഭവ്യമാണ്. ഇതുപോലെ പിശാച് റസൂലാണെന്ന് പറഞ്ഞ് സ്വപ്നത്തിൽ വരിക എന്നത് ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അസംഭവ്യമൊന്നുമല്ല. പക്ഷേ സ്വാദിഖുൽ മസ്തൂഖായ മുത്തു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കഴിഞ്ഞു, മർആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ, എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്, പിശാചിന് എൻ്റെ സ്വപ്നത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ, ഹബീബായ തങ്ങളെ വാക്ക് സ്ഥിരപ്പെട്ടതോടെ ശറഇൽ അത് അസംഭവ്യമായി. ഇത് മൂപ്പര് അഖിലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശറഅൻ എന്നൊരു പാർട്ട് അവിടെ ഇല്ലേ? അതിൽ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാകും മഹാൻ പറയാതിരുന്നത്. മാത്രമല്ല അങ്ങനെയും പിശാച് വരും എന്നതിലേക്കുള്ള സൂചനയും നൽകിയിട്ടുണ്ട് അത്രേ. ഏത് സൂചന? എവിടെ സൂചന? വായിക്കുതാരുമി അതിന്റെ ബാക്കി. ശറഅൻ എന്താ നിലപാട് എന്ന് സക്കരിയ അൻസാരി തങ്ങൾ തന്നെ പച്ചയായി പറഞ്ഞിട്ടില്ലേ? വറുയത്തുൽ മുസ്തഫ, വറുയത്തുൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണൽ, ബിസിഫത്തിഹിൽ മഅലൂമ, അറിയപ്പെട്ട രൂപത്തിൽ കാണൽ, ഇദ്റാകുൽ ലിദാതിഹി, അത് റസൂലുള്ളാഹിന്റെ ദാത്തിനെ തന്നെ കാണലാണ്. വറുയത്തുഹു ബിഗൈരി സിഫത്തിഹി, ആ അറിയപ്പെട്ട രൂപത്തിലല്ലാതെ കാണലോ ഇദ്റാകുൽ മിസാലിഹി, അവിടെ ദാത്തിനെയല്ല കാണുന്നത്, അതിന്റെ കോപ്പിയാണ്, മിസാലാണ്.
ആദ്യം പറഞ്ഞിടത്ത് വ്യാഖ്യാനം വേണ്ട, രണ്ടാമത്തതിൽ വ്യാഖ്യാനം വേണം എന്ന് പറഞ്ഞ് നബവി ഇമാമിന്റെ ഖൗല് കൊണ്ടുവരികയാണ്. അസ്സഹീഹു അന്നഹു യറാഹു ഹഖീഖ സവാഉൻ കാനത് അലാ സിഫതിഹിൽ മഅറൂഫ വഗൈരിഹാ. ഇത്രയും പച്ചയായി പറഞ്ഞിട്ടും ശറഇൽ മാനദണ്ഡം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള LKG കുട്ടിയുടെ ബുദ്ധി പോലും ദാരിമി തങ്ങൾക്കുണ്ടാകാത്തത് കഷ്ടമായി പോയി. അതാ ഞാൻ പറഞ്ഞ ആദർശമമാനത്താണ് ഉള്ളത്, വായിക്കണം. ബാക്കി മിണ്ടാതിരുന്നിട്ട് ശറൻ ഇയാളാണ് പറയാ. ഇയാളാരാ? സക്കരിയ അൽ അൻസാരി തങ്ങളാ? അതാ മൂപ്പര പ്രൈവറ്റ് സെക്രട്ടറിയോ? അതിന്റെ ബാക്കിയിലുണ്ട് റഊയത്തുൽ മുസ്തഫ, പച്ചയിലുണ്ട്. അവിടെ തുമ്പൽ മെയിൻ്റാണ്ട് ഓഫായാല അതാ കണ്ണ് ഓഫായി. ഞങ്ങളുടെ ഇമാമീങ്ങളിൽ ഒരാളെപ്പോലും നിങ്ങളെ ഈ തോന്നിവാസത്തിന് കിട്ടുകയില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് സക്കരിയ അൽ അൻസാരി തങ്ങളെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നബവി ഇമാമിന്റെ വാക്കാണ് മഹാനവറുകൾ പ്രമാണമായി കൊണ്ടുവന്നത്. അപ്പൊ ഫൈദുൽ ഖദീറിലും പിടുത്തമില്ല, ഖറാഫിയിലും പിടുത്തമില്ല. വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ. ഖറാഫി ഇമാമ് ഖാലൽ ഉലമാഉ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതാ. എന്നാ ഖറാഫി ഇമാമിന്റെ നേരെയുള്ള അഭിപ്രായം അതേ കിതാബിലുണ്ട്. പിശാചി വരൂല എന്നാ മൂപ്പര അഭിപ്രായം. ഇത് ചില ഉലമാവ് പറഞ്ഞു എന്നാ ഖറാഫി പറഞ്ഞ്. അതിനെയാണ് ബക്കൂരി ചോദ്യം ചെയ്ത്. അങ്ങനെ ഒരൊറ്റ ഉലമാവും പറഞ്ഞിട്ടില്ല, അത് കള്ളത്തരാണ് എന്നാ പറഞ്ഞ്. ഇയാളൊരു ബുദ്ധി നോക്കി നിങ്ങൾ. ഇയാൾ പറയാ എല്ലാ രൂപത്തിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് വരുന്ന എല്ലാ രൂപവും റസൂലാകണമെന്നില്ല. വല്ലാത്ത ബുദ്ധിയായി പോയി. കുതിരവട്ടത്തേക്ക് സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. കാരണം ഇത് വിഷയം എവിടെ വരുന്ന നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്, അത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എല്ലാ രൂപത്തിലും വരും. അപ്പൊ എല്ലാ രൂപത്തിലും വന്നാൽ അത് ഞാൻ തന്നെയാണ് എന്നല്ലേ ആദ്യം പറഞ്ഞേ? ഇതാദ്യം പറയുമ്പോൾ അവസാനം പറഞ്ഞ് മറക്കുക. പേരൊന്ന് പറ്റിയ ശിഷ്യനാണ്. കുറ്റ്യാടി ചേർന്നാൽ ഫസ്റ്റ് റാങ്ക് കിട്ടും. നിങ്ങളാണ് ഒന്നായിക്കാളിയാ നല്ലത്. എവിടുന്ന് ഞങ്ങളെ എഴുന്നേറ്റ് വരുന്നത്? അപ്പോൾ ഒരു പിടുത്തൂല്ലട്ടോ. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരിൽ ഓരോറ്റ കിതാബിനും നിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞില്ല. ഇനി ലാസ്റ്റ് ഒരു പിടുത്തം കൂടിയുണ്ട്. അൽ വസീലത്തുൽ അഹ്മദിയ, അതുപോലെ ബരീഖത്തുൽ മഹ്മൂദിയ. അതൊന്ന് പറയട്ടെ ദാരിമി വെക്ക്. ശൈത്താന് വരാൻ കഴിയൂല, എന്നാൽ അങ്ങനെ വരാൻ കഴിയുമെന്ന് രേഖപ്പെടുത്തിയ ഇമാമിങ്ങളുണ്ട്. അങ്ങനെ ഈ ഭാഗത്തുണ്ട്. നോക്കൂ നിങ്ങൾ, ത്വരീഖത്തു മുഹമ്മദിയുടെ ശറഹായ അൽ വസീലത്തുൽ അഹ്മദിയിൽ പറയാം, അലാ അന്ന ശൈത്താന ഖാദിറുൻ അൻ യഖൂല ലിൽ ഇൻസാൻ അന റസൂലുള്ളാഹ് വലാകിൻ ലാ യതശക്കലു ബിശക്ലിഹി അലൈഹിസ്സലാം. ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞ സ്വപ്നത്തിൽ വരാം, പക്ഷെ നബിയുടെ രൂപത്തിൽ വരാൻ കഴിയില്ല. രൂപത്തിൽ വരാൻ കഴിയില്ല, അല്ലാതെയാണെങ്കിൽ വരാൻ കഴിയും എന്ന് ആ തട്ടിപ്പൊന്നും ആൺകുട്ടികളെ മുമ്പിൽ നടക്കൂല ദാരിമി. എന്തെങ്കിലും അർത്ഥം വെച്ച് നമ്മൾ പറഞ്ഞല്ലോ, വലാ യഖ്ദിറു അൻ യഖൂല അന റസൂലുള്ളാഹ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞ് പിശാചിന് വരാൻ കഴിയില്ല. അപ്പൊ ഇയാള് വരാൻ കഴിയും എന്ന് പറഞ്ഞ ഇബാറത്തുമുണ്ട് എന്ന് തെളിയിക്കാനാണ് അത്വരീഖത്തുൽ മുഹമ്മദിയ എന്ന് പറഞ്ഞ കിതാബിന്റെ ശറഹായ അൽ വസീലത്തുൽ അഹ്മദിയ എന്നതും, അതുപോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അത്വരീഖത്തുൽ മുഹമ്മദിയന്റെ ശറഹ് അൽ ബരീഖത്തുൽ മഹ്മൂദിയയും വായിച്ചത്. എന്നാൽ എവിടെങ്കിലും ഒന്നേ ശൈത്താൻ ഖാദിറുൻ അൻ യഖൂല അന റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് ചാടി പിടിച്ചു കൊണ്ടുവരിക. ഇത് ഏടെ പറഞ്ഞത് എന്ന് സാധു മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് മൂപ്പര ഒരു വിശദീകരണവും സ്വപ്നത്തിൽ. ഏടെയാണ് സ്വപ്നത്തിൽ? വസീലത്തുൽ അഹ്മദി എടുക്ക്. വസീലത്തുൽ അഹ്മദി എന്ന് നമ്മൾ വായിക്കേണ്ട ആവശ്യം തന്നെയല്ല. കാരണം നമ്മൾ ഹിജ്റ 1000 മുമ്പുള്ള നബവി ഇമാമിൻ്റെ കിതാബും ഫത്ഹുൽ ബാരിയൊക്കെ വായിക്കുമ്പോൾ 1000 ശേഷം ആരോ എഴുതിയ കിതാബ് വായിക്കേണ്ട സംഭവം തന്നെ ഇവിടെ അല്ല. ഇനി വായിച്ചു വന്നതുകൊണ്ട് ചോദിക്കുന്നു, വസീലത്തുൽ അഹ്മദിയയിൽ ഖാദിറുൻ എന്ന് പറഞ്ഞ ആ സംഭവം ഫിൽ മനാമിയാണോ ചർച്ച?
ഞങ്ങളെ ചർച്ച ചെയ്ത മർആനി ഫിൽ മനാം. അതാ ഞാൻ പറഞ്ഞു, ചർച്ചയിൽ നിന്ന് മാറാൻ പറ്റൂല. പുറത്തിപ്പോൾ ഒരാൾ ഞാൻ റസൂലാന്ന് പറഞ്ഞപ്പോൾ എത്ര ആൾ മിർസാവുൽ അഹമ്മദ് ഖാദിയാനി വന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ റസൂലാറിങ്ങാണ്ട് വേറെ പലരും വന്നല്ലോ. ഞാൻ റസൂലാറിങ്ങാണ്ട് ഇബ്ലീസിന് പുറത്തു വരുമോ എന്നുള്ളത് നമ്മളെ ചർച്ച. ഫിൽ മനാം നമ്മുടെ ചർച്ച. സ്വപ്നമെന്നത് മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത മേഖലയാണ്. സ്വപ്നം കാണണമെങ്കിൽ ഒന്നുകിൽ മലക്ക് ഇടപെടണം, അല്ലെങ്കിൽ പിശാചി ഇടപെടണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗമാകുമ്പോൾ പിശാചിന് ഇടപെടാൻ കഴിയില്ല, അവിടെ മലക്ക് മാത്രമേ ഇടപെടൂ. അതാണ് നമ്മളെ ചർച്ച. അതിനുദ്ധരിക്കുന്ന ഇബാറത്ത് മനാമുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാകണം. എവിടെങ്കിലും ഒരു ഖാദിറൂന്നും അന റസൂലുള്ളാന്നും വന്നാ പോരാ. വെല്ലുവിളിക്കുന്നു. അൽ വസീലത്തുൽ അഹ്മദിയയിൽ എവിടെയാണ് ഫിൽ മനാമിന്റെ ചർച്ച? അതൊക്കെ സ്വന്തം സമാജത്തിൽ പ്രസംഗിച്ച് പഠിക്കാന്നല്ലാതെ നമ്മളെ മുമ്പിൽ നടക്കും. ഓക്കെ.